ഉത്തരേന്ത്യയിൽ നിന്ന് ഇങ്ങ് കൊച്ചു കേരളത്തിലും ഓപ്പറേഷൻ താമര എത്തി. സംശയിക്കേണ്ട. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിലാണ് BJPയുടെ ഓപ്പറേഷൻ താമര വിരിഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയുമായി ചേർന്ന് പുതിയ മുന്നണി രൂപീകരിച്ച് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു. കൊള്ളാല്ലേ. സ്വതന്ത്ര അംഗം ടെസ്സി ജോസ് കല്ലറക്കലാണ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച 8 പേരുടെയും വിമതരായി മത്സരിച്ച 2 സ്വതന്ത്രന്മാരുടെയും 4 BJP അംഗങ്ങളുടെയും വോട്ടുകൾ ടെസ്സി ജോസിന് ലഭിച്ചു. LDFന് 10 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള പഞ്ചായത്തായിരുന്നു മറ്റത്തൂർ. എന്നാൽ ഏറെ നാളായി DCC നേതൃത്വവും മറ്റത്തൂരിലെ പ്രാദേശിക നേതൃത്വവും തമ്മിൽ ഒരു തരത്തിലുള്ള അടുപ്പവുമില്ലായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് മറന്നീക്കി പുറത്തുവരികയും ചെയ്തു. DCC നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രാദേശിക നേതൃത്വം രംഗത്തിറക്കിയ സ്ഥാനാർത്ഥികൾ അവർ 8 പേരും ജയിച്ചു. പാർട്ടി വിമതരായി നിന്ന് 2 പേരും വിജയിച്ചു. പ്രാദേശിക നേതൃത്വത്തിനു മേൽ DCCക്ക് നിയന്ത്രണം ഇല്ലാത്തതിനാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിനും ആയില്ല. ഇന്ന് രാവിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു നാടകീയമായ നീക്കങ്ങൾ അരങ്ങേറിയത്. വിജയിച്ച കോൺഗ്രസ് അംഗങ്ങളായ 8 പേരും പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും BJPയുമായി ചേർന്ന് പുതിയ മുന്നണി രൂപീകരിച്ച് അധികാരത്തിലെത്തുകയും ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടും നേതൃത്വം കാണിച്ച നീതികളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മിനിമോൾ, ശ്രീജ, സുമ ആന്റണി, അക്ഷയ്, സന്തോഷ്, പ്രിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, സിബി പൗലോസ്, നൂർജഹാൻ നവാസ് എന്നിവരാണ് രാജിവെച്ചത്. കോൺഗ്രസ് അംഗങ്ങൾ മുഴുവൻ രാജിവെച്ചതിനാൽ പാർട്ടി വിപ്പ് നൽകിയിരുന്നില്ല. എന്നാൽ സംഭവത്തോട് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഈ ഇടപാടിൽ എന്തൊക്കെ നടന്നുവെന്ന് അന്വേഷിക്കണം. ഈ കുതിരക്കച്ചവടം കേരളത്തിൽ ആദ്യമാണ്. ഒറ്റതിരിഞ്ഞൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൂട്ടത്തോടെ രാജിവെച്ച് താമര വിരിയിക്കുന്നത് ആദ്യമായാണ്. ഈ പ്രവണത കൊച്ചു സാംസ്കാരിക കേരളത്തിന് ഭൂഷണമല്ല.